സർ, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലം വന്നതിന് ശേഷം മുസ്ലിം ലീഗ് ഇടത്തേക്ക് ചാടാൻ സാധ്യതയുണ്ടോ? അതോ UDF തന്നെ നിലനിൽക്കുമോ? അവർക്ക് എന്തായാലും ഒരു രാഷ്ട്രീയ നിലപാട് എടുക്കേണ്ടി വരും. അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അവരവരുടെ മാന്യത കൊണ്ട് ഇതുവരെ പുറത്ത് പറയുന്നത് ഞങ്ങൾ UDFന്റെ ഭാഗമാണ്, UDFനകത്ത് പ്രശ്നങ്ങളൊക്കെ തീർക്കട്ടെ, കോൺഗ്രസ്സുകാരെ ഇപ്പൊ അവർ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി എവിടെയോ കിടക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനം, ഇവരുടെ തീരുമാനമൊന്നും ആകാത്ത മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഭൂരിപക്ഷം വരാത്ത മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസ്സുകാർ കിടന്നടിച്ചോട്ടെ, അവരുടെ നേതാക്കന്മാരൊക്കെ തന്നെ കിടന്നടിച്ചോട്ടെ, പക്ഷേ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാകണം എന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി അഥവാ UDFന് ഭൂരിപക്ഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, UDF ആണ് അതിനുള്ള കൃത്യമായ കേവല ഭൂരിപക്ഷം വരികയാണെങ്കിൽ ഒരാഴ്ചക്കകം മുഖ്യമന്ത്രി കാര്യത്തിൽ തീരുമാനം വരണം. അതാണ് ലീഗിന്റെ നിലപാട്. വളരെ ശരിയാണ്, വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാട് തന്നെയാണ് അവർ പറയുന്നത്. കാരണം ഇത്രയും കാലം 10 വർഷമായിട്ട് ഭരണത്തിലില്ല. ആലോചിച്ച് നോക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അതൊരു ദേശീയ തലത്തിൽ പടർന്നു കിടക്കുന്ന ഒരു സംഘടനയാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവർ കേരളത്തിൽ 10 വർഷമായി അധികാരത്തിൽ വന്നിട്ട് അവർക്ക് അവരുടെ അണികളോട് സമാധാനം പറയേണ്ടി വരും. നമ്മൾ പറയത്തില്ല രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ്? അധികാരം വേണം, അധികാരം വേണം, അധികാരം വേണം എന്നെങ്കിലേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അണികളെയൊക്കെ പിടിച്ചു നിർത്തണമെങ്കിൽ അത്തരം കാര്യങ്ങൾ വേണം. അല്ലാത്തടത്ത്, അധികാരമില്ലാത്തടത്ത് ആര് നിൽക്കും? അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ട് പല പല പാർട്ടികൾ, വലിയ ദേശീയ പാർട്ടി എന്ന് പറയുന്നതിന്റെയും അത് തകർന്നു പോകുന്നതിന്റെ കാര്യം എന്തുവാണ്? അണികൾ കൂടെ നിൽക്കണം. അണികൾ കൂടെ നിൽക്കണമെങ്കിൽ ഭരണം വേണം. ഭരണം ഉണ്ടെങ്കിലേ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ലീഗ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും എന്ന് ചില നേതാക്കന്മാർ അവിടെ മുന്നറിയിപ്പും കൊടുക്കുന്നുണ്ട്. ചില നേതാക്കന്മാർ മാന്യമായിട്ട് പറയുന്നുണ്ട്, കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണ്, അവർ തീർത്തോട്ടെ. ചിലത് പറയുന്നത് അങ്ങനല്ല, ഒരാഴ്ചക്കകം തീർന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും. കാരണം ലീഗ് ഒരു വലിയ ശക്തിയാണ്. 140 അംഗ അസംബ്ലി മണ്ഡലത്തിൽ അവർ 27 സീറ്റുകളിൽ 28 സീറ്റുകളോളം മത്സരിക്കുകയാണ്. അതിലൊരു നല്ല ഭൂരിപക്ഷം സീറ്റുകൾ, ഒരു 20-25 അവർ ജയിക്കുമെന്ന് തന്നെയാണ് അവർ തന്നെ അവകാശപ്പെടുന്നത്. അതാരും നിഷേധിക്കുന്നുമില്ല, അത് സത്യവുമാണ്, സത്യമായ കാര്യവുമാണത്. അപ്പൊ അങ്ങനെ വലിയ ഘടകകക്ഷിയാണ് UDFന്റെ മേജർ പാർട്ണർ എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ മേജർ പാർട്ണറാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അവർക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വരുമെന്നാണ്. കേട്ടില്ല ഒന്നുകൂടെ. ഉപമുഖ്യമന്ത്രി സ്ഥാനം തന്നെയായിരിക്കും. ഉപമുഖ്യമന്ത്രി സ്ഥാനമൊക്കെ ഒരു അലങ്കാര പോസ്റ്റ് അല്ലേ അർജുൻ? അതൊക്കെ ഒരു അലങ്കാര തസ്തിക എന്നുള്ളതേ ഉള്ളൂ. എന്താ ഉപമുഖ്യമന്ത്രി സ്ഥാനം പദവി കൊണ്ട് എന്താ പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ? ഒരു മന്ത്രിസഭയെ ചുമതല ഒന്നുകിൽ മുഖ്യമന്ത്രിയാകണം, അല്ലെങ്കിൽ ആഭ്യന്തരം കിട്ടണം, ആഭ്യന്തരമന്ത്രിയാകണം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം കിട്ടണം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ അതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ വകുപ്പിനകത്തിൽ അവർക്ക് വലിയ താല്പര്യമുണ്ട്, പണ്ട് തൊട്ടേ ഉള്ളൊരു കാര്യമാണ്. അത്തരം നയ പരിപാടികളും കാര്യങ്ങളും ഒക്കെ വരുന്നതിനകത്ത് കേന്ദ്ര സർക്കാർ ചില നിലപാടുകളോടൊക്കെയുള്ള പ്രതിഷേധ സൂചന ഒക്കെയായിട്ട് വിദ്യാഭ്യാസം അവർക്ക് വലിയ താല്പര്യമുള്ള കാര്യമാണ്. ഇപ്പൊ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, അതേപോലെ പൊതുമരാമത്ത്, അങ്ങനെയൊക്കെ ചില പ്രധാനപ്പെട്ട വകുപ്പുകളുണ്ട്. അവരതൊക്കെ നോക്കുന്നുള്ളൂ. അല്ലാതെ ഉപമുഖ്യമന്ത്രി സ്ഥാനം വെറും അലങ്കാരം, കടലാസ് വസ്തി എന്നുള്ളതേ ഉള്ളൂ. മുഖ്യമന്ത്രി ഇല്ലാത്ത സമയത്ത് മുഖ്യമന്ത്രിയുടെ റോള് ചെയ്യുക, അതല്ലാതെ വേറെ എന്താ അധികാരമുള്ളത്? അല്ലെങ്കിൽ പിന്നെ ധനകാര്യമന്ത്രി, അല്ലെ ആഭ്യന്തരമന്ത്രി, അതൊക്കെ എന്ന് പറഞ്ഞാല് പവർഫുൾ പോസ്റ്റുകളാണെന്ന് പറയാം. മറ്റേതൊരു വലിയ തസ്തികയാണ്. അതാണ് അവർ പറയുന്നത്. ഇപ്പൊ 20 മുകളിൽ 25 സീറ്റുമായിട്ട് വരുന്ന ഒരു കക്ഷിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഔദാര്യമൊന്നും അല്ലല്ലോ. അതാരുടെ ഔദാര്യമാണ്? അവർക്ക് സ്വാഭാവികമായിട്ട് അവകാശപ്പെട്ടാണെന്നാണ് അവർ പറയുന്നത്. അപ്പൊ മന്ത്രിസ്ഥാനങ്ങളുടെ എണ്ണമാണ് അവർ പറയുന്നത്. അത് പറയുന്നത് കേട്ടില്ലേ? ഞങ്ങൾക്ക് 5 അല്ല 6 അല്ല ചിലപ്പോൾ 7 മന്ത്രിസ്ഥാനം തരത്തക്ക പോലെ രീതിയിലാണ് അവർ വളർന്നു വരുന്നത്. അവരുടെ സീറ്റെണ്ണവും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത്. പക്ഷേ ഒരു കാര്യത്തിൽ തർക്കത്തിലൊന്നും ഇതുവരെ അവർ വന്നിട്ടില്ല. അവരവരുടേതായ ഒരു മാന്യത സൂക്ഷിച്ചാണ് പോകുന്നത്. പക്ഷെ കോൺഗ്രസിനകത്തെ സ്ഥിതി കാണുമ്പോഴാണ് സംശയം വരുന്നത്. അതുപോലെ LDFിലേക്ക് പോകുന്നതിന് അവർക്ക് എന്താ ബുദ്ധിമുട്ട്? അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പോഴഥവാ UDFന് ഭൂരിപക്ഷം കിട്ടി, ഇക്കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുന്നില്ല എന്നുണ്ടെങ്കിൽ, അതല്ലെന്നുണ്ടെങ്കിൽ LDF ഓഫർ വെക്കുന്നെന്നിരിക്കട്ടെ, LDFന് കേവല ഭൂരിപക്ഷം കിട്ടുന്നില്ല, അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടാതെ 5, 10, 15 സീറ്റിന്റെ കുറയിലേക്കാണ് പോകുന്നതെങ്കിൽ ലീഗിന് ആ ആനുപാതികമുണ്ട്. അവർക്ക് അത്രയും 20 സീറ്റോളം അവരുടെ കയ്യിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലീഗിനെ ക്ഷണിക്കാം, LDFന് ക്ഷണിക്കാം. മുഖ്യമന്ത്രി സ്ഥാനം വേണോ? ഇത് പറഞ്ഞില്ലേ, വേണമെന്നുണ്ടെങ്കിൽ അത് വിട്ടുകൊടുക്കാം. പക്ഷേ ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം ഒരു പക്ഷേ ചോദിക്കത്തില്ല. കാരണം അവരുടെ എണ്ണ സംഖ്യം വെച്ച് നോക്കുകയാണെങ്കിൽ CPM-നായിരിക്കണമല്ലോ സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത്. CPM-നായിരിക്കും ആ ഭൂരിപക്ഷം കിട്ടുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ വകുപ്പുകൾ മതി. ഞാൻ മുമ്പേ പറഞ്ഞ വകുപ്പുകളിലാണെങ്കിൽ പൊതുവിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, അതേപോലെ തന്നെ പൊതുമരാമത്ത്, അങ്ങനെയൊക്കെയുള്ള വകുപ്പുകളുണ്ട്.
പിന്നെ അതേപോലെ തന്നെ ടൂറിസം, അങ്ങനെയൊക്കെ വരുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളുണ്ട്. ആ വകുപ്പുകളിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, ആ വകുപ്പുകളൊക്കെ കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ലീഗ് LDFിലേക്ക് പോകാം. കാരണം അവർക്ക് ദോഷമൊന്നും ഉണ്ടായി, പണ്ടും സഹകരിച്ചിട്ടുണ്ടല്ലോ അവര്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം LDFുമായിട്ട് തൊട്ടുകൂടായ്മയൊന്നും അവർക്കില്ല. മലപ്പുറം ജില്ല തന്നെ എന്ന് കിട്ടിയതാണ്, ഏത് കാലത്ത് കിട്ടിയതാണ് അല്ലേ? അത് CPM-നുണ്ട്. അതായത് EMSന്റെ കാലത്ത് അന്ന് കൊടുത്തതാണ് മലപ്പുറം ജില്ല, മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക ജില്ല വേണമെന്നുള്ളതിനെ കുറിച്ച്. ഇപ്പൊ അവരുടെ രണ്ടാം വാദം വരുന്നത് തിരൂര് കേന്ദ്രീകരിച്ച് ജനസംഖ്യാനുപാതികമായിട്ട് വലിയ ശരിയാണ്, സംഭവം ശരിയാണ്. തിരൂര് കേന്ദ്രീകരിച്ച് ഒരു ജില്ലയുടെ വേണമെന്നുള്ളതാണ് ലീഗിന്റെ ആവശ്യം. കാരണം അവിടുത്തെ അത്രയ്ക്ക് ജനസംഖ്യ വന്നു കഴിഞ്ഞു. ഒരു പക്ഷേ രണ്ടാം ജില്ല ഒരു വലിയ ചർച്ചയായിട്ട് വരാം, ഈ മന്ത്രിസഭയുടെ കാലത്ത് വലിയ ചർച്ചയായിട്ട് വരാം. ഒരു പക്ഷെങ്കിൽ അവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാകും. മലപ്പുറം ജില്ല കിട്ടിയതുപോലെ തിരൂർ ജില്ല അനുവദിച്ച് കിട്ടുന്നതിനായിട്ട് ഒരു പക്ഷെങ്കിൽ UDFിനെക്കാട്ടും നല്ലത് LDFിന്റെ കൂടെ നിൽക്കുകയാണെന്ന്, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരാം. രാഷ്ട്രീയത്തിൽ അങ്ങനെയാണല്ലോ, നമ്മളിപ്പോ ആരും രാഷ്ട്രീയ പ്രവർത്തനം കാര്യങ്ങൾ നടത്തുന്നൊന്നും മോക്ഷത്തിനൊന്നും അല്ല നടത്തുന്നത്, അല്ലേ? അല്ലെങ്കിൽ അങ്ങനെ വലിയ ജനക്ഷേമകരമായ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അങ്ങനെ രാജ്യത്തിന്റെ വലിയ അതൊരു ഭാഗം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവനവന്റെ പാർട്ടിയുടെ നിലനിൽപ്പും സംഘടനയുടെ നിലനിൽപ്പും ഒക്കെ ഒരു വലിയ പ്രശ്നമാണ്. അപ്പൊ അതെല്ലാം വെച്ച് പരിഗണിച്ച് നോക്കുമ്പോൾ സമയത്ത് ലീഗിന് അങ്ങനെയൊക്കെ താല്പര്യങ്ങൾ ഉണ്ടാകാമെന്നേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പൊ LDFിനോട് സഹകരിക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അത്തരം കാര്യങ്ങളിൽ ഇല്ലാതാണ്, അതിന്റെ ഒരു പഴയ ചരിത്രവും അങ്ങനെ തന്നെയാണ് വരുന്നത്. അത് ഇതിനകത്തിൽ ആശ്രയിച്ചിരിക്കുന്നത് കോൺഗ്രസിനെയാണ്. ഇതിനകത്ത് ഇന്ന് പൊതുവെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആർക്ക് ഭൂരിപക്ഷം കിട്ടിയാലും UDFിനാണ് ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. മുഖ്യമന്ത്രിയെ ഒരാഴ്ചക്കകം തീരുമാനിക്കുക, ഒരാഴ്ചക്കകം മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് അവർക്ക് അർഹതപ്പെട്ട മന്ത്രിസ്ഥാനവും ലീഗിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലീഗ് മുന്നണിയിൽ നിൽക്കും, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല, സുഗമമായ ഭരണം മുന്നോട്ട് പോവുകയും ചെയ്യും. ഇനി അഥവാ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഇപ്പൊ തന്നെ നമുക്കറിയാമല്ലോ, അതിന്റെ അടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 3 പേരാണ്, 2 പേര് മത്സരിച്ചവരും മൂന്നാമതൊരാൾ ക്ലെയിമും വന്ന് കിടക്കുകയാണ്, ദേശീയ ക്ലെയിമും വന്ന് കിടക്കുകയാണ്. 3 പേര് ഇപ്പൊ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ മുരളീധരന്റെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെയും നിലപാട് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതുപോലെ സണ്ണി ജോസഫ്, ഇവരുടെ നിലപാട് എന്താണെന്ന് അറിയത്തില്ല. ഇവർക്കൊക്കെ കിട്ടാവുന്നതാണ്. ഇവർക്കൊക്കെ പ്രധാനപ്പെട്ട 5-6 പേരെ ഒന്നിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ മുഖ്യമന്ത്രിയും ആഭ്യന്തരവും ഒക്കെ സാധാരണഗതിയിൽ ആഭ്യന്തരവും മുഖ്യമന്ത്രി കസേര ഒരാൾക്ക് തന്നെ ആയിരിക്കുമല്ലോ വരുന്നത്. പിന്നീട് വരുന്ന ഈ 5 തസ്തികകൾ, പ്രധാനപ്പെട്ട തസ്തികകളൊക്കെ വീതിച്ചു കഴിഞ്ഞാൽ പിന്നെ ലീഗിന് എന്ത് കൊടുക്കും? ലീഗിനെ കൊടുക്കാൻ പ്രധാനപ്പെട്ട വകുപ്പുകൾ വല്ലതും ഉണ്ടോ? അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരുടെ മന്ത്രിസഭയിലെ സീറ്റ് വിഭജനം സംബന്ധിച്ചൊക്കെയുള്ള ഒരുപാട് നൂലാമാല. ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനം തന്നെ തട്ടിക്കിടന്നുകൊണ്ട് പ്രശ്നങ്ങളാക്കി ഇട്ടിരിക്കുകയാണ്. അതിനിടയിൽ സീറ്റ് വിഭജനം കൂടെ വരുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാം. പക്ഷെ പോകാതിരിക്കട്ടെ, അവര് ഭരിക്കട്ടെ. അതിനകത്ത് നമ്മളൊരു പോസിറ്റീവായിട്ട് അതിനെ കണ്ടാൽ മതി. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ LDF അതിന്റെ രാഷ്ട്രീയ സാധ്യത മനസ്സിലാക്കും. അവരതിന്റെ രാഷ്ട്രീയം വെച്ചിട്ട് അങ്ങനെയാണല്ലോ, തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഭരണപക്ഷികൾക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാകുകയാണെങ്കിൽ കണ്ടെത്തിയ ശേഷം അവരുടെ സാധ്യതകൾ അവർ തപ്പുമ്പോൾ ലീഗിനെ ഓഫർ കൊടുക്കാം. ലീഗിന് ഒരു ഓഫർ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വകുപ്പുകൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ മുമ്പേ പറഞ്ഞ വകുപ്പുകളിൽ ഏതെങ്കിലും വകുപ്പുകളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലീഗിന് മാറാം. അതാണ് ചുരുക്കത്തിൽ വരാൻ പോകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഏതെങ്കിലും ഒരു മുന്നണിയില്, ഇപ്പൊ UDFിൽ തന്നെയാണ്, അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവർ ആ മുന്നണി തന്നെ തുടരുകയും ചെയ്യും. ഇനി അതല്ല, രാഷ്ട്രീയ നിലപാടുകൾ അത്തരത്തിലേക്ക് തിരിഞ്ഞു മറിയുകയാണെന്നുണ്ടെങ്കിൽ ലീഗിനൊരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ടി വരും. എന്തായാലും കേരളത്തിൽ അടുത്ത് വരാൻ പോകുന്ന ഒരു ഭരണ സംവിധാനത്തിനകത്തിൽ ലീഗിനൊരു റോൾ ഉണ്ടാകാതെ പറ്റുകയില്ല. കാരണം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടാണ്, ലീഗിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടാണ്. ഇനിയും രാഷ്ട്രീയപരമായിട്ട് 5 കൊല്ലത്തേക്ക് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് ലീഗിന് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ തന്നെ 10 വർഷമായി കേരളത്തിനകത്ത് മാത്രം, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെ നോമിനലായിട്ട് അവർ പ്രവർത്തിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക്, കേരളത്തിൽ സർവാധിപത്യമുള്ള ഒരു പാർട്ടിക്ക് ഇനിയും 5 വർഷം കൂടെ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നമ്മൾ അതിനകത്ത് അവരൊരു രാഷ്ട്രീയ തീരുമാനം എടുക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് അവരെ കുറ്റം പറയാൻ സാധിക്കുകയില്ല. അങ്ങനെയാണ് അതിന്റെ ഒരു ഘടന പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ സാഹചര്യം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം അങ്ങനെ തന്നെയാണ്.